ഇന്നത്തെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ ഭൂരിപക്ഷവും കേസുകൾ നടത്തുന്നുണ്ട്. അതിനായി പ്രത്യേക അഭിഭാഷകരുമുണ്ട്, പ്രത്യേക ബോർഡുകൾ തന്നെയുണ്ട്. ഒരു കാലത്ത് പാപമെന്ന് കരുതിയ പലതും ഇന്ന് സഭകൾ മേന്മയോടെ എടുത്തണിയുന്ന സുന്ദര കാഴ്ച നമുക്ക് കാണാം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി കെട്ടിയുയർത്തിയ ഒരു സമൂഹത്തിൽ കേസും കോടതിയും ഇന്ന് ഒരു പുതുമയല്ലാത്ത അവസ്ഥയാണ്. പല വിശ്വാസികളുടെയും മനസ്സിൽ ഊരിത്തിരിയുന്നൊരു വിഷയമാണ്: വിശ്വാസിക്ക് കേസ് കൊടുക്കാമോ, കോടതി കയറാമോ? ഒരു കൂട്ടർ കോടതിയിൽ പോകുന്നതിൽ തെറ്റില്ല എന്ന് വാദിക്കുമ്പോൾ മറുപക്ഷം കോടതിയിൽ പോകുന്നത് തികച്ചും തെറ്റ് എന്ന് വാദിക്കുന്നു. നമുക്കെതിരായി ഒരാൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്താൽ കോടതി വിളിക്കുമ്പോൾ നാം പോയേ മതിയാകുകയുള്ളൂ. കോടതി കയറുന്നത് തെറ്റ് എന്ന് ആവർത്തിച്ച് പറയുന്നയാളും കോടതി വിളിക്കുമ്പോൾ പോയേ മതിയാകൂ. ഇന്നത്തെ നമ്മളുടെ സഭകളുടെയോ സംഘടനകളുടെയോ വിശ്വാസികളുടെയോ നീക്കം അവരുടെ നേതാക്കന്മാർ പറയുന്നത് പോലെയാണ്. വിശ്വാസിക്ക് കേസ് കൊടുക്കാമോ, കോടതി കയറി ഇറങ്ങാമോ? ദൈവവചനത്തിൽ ഇതിനുള്ള പ്രാധാന്യം എന്ത് എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ആലോചനയേക്കാൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്ത് ഈ വിഷയം ചിന്തിക്കുന്നതാണ് നല്ലത്. കാരണം ഏതൊരു വിശ്വാസിയുടെയും നിലനിൽപ്പും അടിസ്ഥാനവും തിരുവചനമാണല്ലോ. ഇതിന് ആധാരമായി 1 കൊരിന്ത്യർ 6:1-9 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. യഹൂദന്മാരുടെ ഇടയിൽ കോടതി ഉണ്ടായിരുന്നു. അതിന് സന്നദ്രീം എന്ന് പേർ വിളിച്ചിരുന്നു. 30 വയസ്സ് പ്രായം കഴിഞ്ഞവരും വിവാഹിതരുമായ 71 അംഗങ്ങളുള്ള ഒരു സംഘമായിരുന്നു സന്നിധിയിലുണ്ടായിരുന്നത്. യേശു കർത്താവിനെ കൊല്ലേണ്ടതിന് മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും അവൻ്റെ നേരെ കള്ളസാക്ഷികളെ അന്വേഷിച്ചതായി കാണുന്നു. മത്തായി 26:59, യോഹന്നാൻ 11:47-53 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തികൾ 5:21 വാക്യം, 6:12 വാക്യം, 22:30 വാക്യം, പുറപ്പാട് 18:21-22 വാക്യങ്ങൾ. കീഴ്ക്കോടതിയെപ്പറ്റി ഈ വാക്യങ്ങളിലൊക്കെ കാണുന്നു. ഇസ്രയേൽ ജനത്തിൻ്റെ ഇടയിൽ സഹോദരനോടോ സഹോദരിയോടോ വല്ല കാര്യവുമുണ്ടെങ്കിൽ അത് ക്രമീകരിക്കാനായി അധിപന്മാരെ നിയമിച്ചതായി കാണുന്നു. ആവർത്തന പുസ്തകം 1:15-17 വരെയുള്ള വാക്യങ്ങൾ. അവർ നീതിയോടെ വിധിപ്പാൻ പറയുന്നു. ആവർത്തനം 17:8-11 വരെയുള്ള വാക്യങ്ങൾ. മേൽക്കോടതി മോശ നടത്തി വന്നതായി കാണുന്നു. പുറപ്പാട് 18:13-22 വരെയുള്ള വാക്യങ്ങൾ. റോമൻ കോടതിയെപ്പറ്റി മത്തായി 27:11 കാണുന്നു. ഇങ്ങനെ കോടതിയെപ്പറ്റി വചനം പറയുന്നു. വിശ്വാസി കോടതിയിൽ പോകുന്നത് ഉചിതമോ? പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്നറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കും എങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഐഹിക കാര്യങ്ങളെ എത്രയധികം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു. ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ പ്രാപ്തിയുള്ളൊരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരമുണ്ടാക്കുന്നത് കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ സഹിച്ചു കൊള്ളാഞ്ഞത് എന്ത്? അല്ല, നിങ്ങൾ അന്യായം വരുത്തുകയും നഷ്ടം വരുത്തുകയും ചെയ്യുന്നു, അതും സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? ഈ വേദഭാഗങ്ങൾ സൂക്ഷ്മമായി പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നത് എന്താണ്? കോടതി കയറാമെന്നോ കേസ് കൊടുക്കാമെന്നോ? അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ ദൈവവചനം നമ്മെ അനുവദിക്കുന്നില്ല. വിശ്വാസി അവിശ്വാസിയുടെ മുമ്പിൽ, ഭക്തൻ അഭക്തൻ്റെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ പാടില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊരിന്തിലെ വിശ്വാസികൾ അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോയതിനെ പരാമർശിച്ചാണ് അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത്. കൊരിന്തിലെ വിശ്വാസികൾ ഇങ്ങനെ പോയതിനാൽ പൗലോസ് ലജ്ജിക്കുന്നു. വാക്യം 5. ലോകത്തെ ഭാവിയിൽ വിധിക്കുവാൻ പോകുന്ന വിശുദ്ധന്മാർ ഒരു കാരണവശാലും അഭക്തരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകരുത്. നാം ലോകത്തെ വിധിക്കേണ്ടവരാണ്. ലൂക്കോസ് 22:30 വാക്യം, വെളിപ്പാട് 2:26 വാക്യം. നിസ്സാര സംഗതികളുമായി പലരും കോടതി കയറാറുണ്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന ചൊല്ലുപോലെ
പണമുണ്ടെങ്കിൽ എന്തും ആകാമെന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതില്ല. നമ്മുടെ പിതാക്കന്മാർ എത്ര കോടതി കയറി, അവർ എവിടെ കേസ് കളിച്ചു. അവരുടെ വിജയം കോടതി വിജയമല്ലായിരുന്നു. മുഴങ്കാലിലിരുന്ന് നിലവിളിക്കുകയായിരുന്നു. അവിടെയായിരുന്നു അവർക്ക് വിജയം. അവരുടെ ഒരു ചില്ലി പൈസ പോലും കോടതിക്കാരോ വക്കീലന്മാരോ കൊണ്ടുപോയിട്ടില്ല. എന്നാൽ തലമുറ വന്നപ്പോൾ സംഗതി പാടെ മാറി. കോടതിയിൽ പോകുന്നത് തെറ്റില്ല എന്ന് പറയുന്ന വിഭാഗക്കാരുടെ വാദങ്ങൾ ഇതൊക്കെയാണ്. ഏതൊരാളിലും നീതിക്ക് വേണ്ടിയുള്ള ദാഹമുണ്ട്. അത് മനുഷ്യ സഹജമാണ്. പക്ഷേ ദൈവജനമായ നമ്മൾ മറ്റാരേക്കാളും നീതിക്കും ന്യായത്തിനും വേണ്ടി പൊരുതുന്നവരാണ്. കാരണം ദൈവം നീതിയുള്ള ന്യായാധിപതിയാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ് തനിക്ക് നീതി കിട്ടാതെ വന്നപ്പോൾ കൈസരെ അഭയം പ്രാപിക്കുമെന്ന് പറഞ്ഞത് നീതിക്ക് വേണ്ടി മാനുഷിക തലങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിൽ തെറ്റില്ലെന്ന് സമർത്ഥിക്കുന്നു. മറ്റൊരു വാദം, വിശ്വാസിയായ ഒരാൾ കോടതിയിൽ കേസ് നടത്തുന്നു എന്നിരിക്കട്ടെ, ആ വ്യക്തിയെക്കുറിച്ച് അപ്പോൾ തന്നെ മോശമായ ഒരു ചിന്താഗതി ഉടലെടുക്കുന്ന കാലമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇടയിൽ ഒരു ചിന്താഗതി എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം ദൈവഹിതപ്രകാരമാണ് എന്നുള്ളതാണ്. അതിനെതിരെ നിൽക്കുകയല്ല വേണ്ടത്, അതിനെ സഹിക്കുകയാണ് ആവശ്യം. ഈ ചിന്താഗതിയുടെ ഫലമായി വിശ്വാസി എന്ന ഒരു ലേബൽ ഉള്ളതിനാൽ നീതിക്ക് വേണ്ടി നിലവിളിക്കുന്നവനോ അന്യായത്തിനെതിരെ ഒരു പരാതി ബോധിപ്പിക്കുന്നവനോ കഴിയാത്ത അവസ്ഥയുണ്ടായി. എന്തെങ്കിലും ഒരു ചുവട് വെച്ചാൽ സമൂഹവും സ്വന്തം സഭാവിശ്വാസികളും എതിരെ നിന്ന് പരിഹസിക്കുന്നത് കാണാം. എന്നാൽ ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ വിശ്വാസിയാകുന്നില്ല. എങ്കിലും സമയത്ത് ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്താണ് വിശ്വാസിയാകുന്നത്. എന്നാൽ വിശ്വാസിയാകുന്നതിന് മുമ്പ് ആ വ്യക്തി എവിടെ ജനിച്ചോ ആ ദേശത്തിലെ പൗരനാണ്. ഒരു പൗരനുള്ള എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും ഈ വ്യക്തിക്ക് ബാധകമാണ്. അത് വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നാലും. എങ്കിൽ വിശ്വാസിയായതുകൊണ്ട് മാത്രം തനിക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ അതിനെ ഏതെങ്കിലും നിലയിൽ തീർക്കുന്നതിന് കോടതി മുഖേന ശ്രമിച്ചാൽ അതിനെ തെറ്റെന്ന് പറയാനാകുമോ? ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്നതിന് ശ്രമിക്കാതെ ധാർമ്മികമായി കൈത്താങ്ങൽ കൊടുക്കാൻ പെന്തിക്കോസ്ത് സമൂഹം തയ്യാറാകണം. സാഹചര്യം മനസ്സിലാക്കി പെരുമാറേണ്ടത് ക്രിസ്തീയ ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് കേസും കോടതിയുമായി പോകണം എന്ന് വാദിക്കുന്നവരുടെ വാദങ്ങൾ. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.